ഗൈസ് ഇന്നൊരു നൈറ്റ് ഔട്ടിംഗ് ആണ്. അപ്പോൾ ഞാനും സ്പാനിഷും കൂടിയാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ വഴിയിലൊരു സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്, അവിടെ വെച്ച് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചു. കാട്ടൂരങ്ങാടിൽ എത്തിയിട്ട് ഞാൻ ഫസ്റ്റ് കയറിയത് തന്നെ നമ്മുടെ ജനതയിലാണ്. കാട്ടൂരങ്ങാടിൽ അവിടെ നിന്നാണ് ഞാൻ ഇപ്പം 2-3 മാസമായിട്ട് ഞാൻ A4 ഷീറ്റ്സ് വാങ്ങാറ്. എന്ന് വെച്ചാൽ ബാക്കിയുള്ള കടയിലേക്കാളും കുറച്ച് ഒരു 40 രൂപയ്ക്ക് കുറവാണ് ഇവിടെ വാങ്ങാറ്. ഇപ്പം TNPL 380 ഒക്കെ ഉണ്ടായിരുന്നു. അതോ ആ സമയത്തും ഇവിടെ 310, 20, 30 ആ റേറ്റിനൊക്കെ കിട്ടിയിരുന്നു TNPL. പിന്നെ കഴിഞ്ഞ മാസം ഞാൻ ഡബിൾ A എന്ന് പറഞ്ഞിട്ട് A4 ഷീറ്റാണ്. TNPL അത്ര വന്നില്ലെങ്കിലും ക്വാളിറ്റി കൊള്ളാം, അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ TNPL നല്ല വില കുറഞ്ഞു എന്ന് പറഞ്ഞു. ബണ്ടിലിന് 265 എന്ന് പറഞ്ഞു, മറ്റേ 255. അപ്പോൾ TNPL ആണ് ഓൾറെഡി ഞാൻ വാങ്ങാറ്. നോട്ട് പോയപ്പോൾ ഞങ്ങൾക്ക് നല്ലോണം വിശന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ സ്ഥിരം കയറാറുള്ള ഒരു തട്ടുകടയുണ്ട്. തട്ടുകടയല്ല, ഒരു താജ് എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ്. അപ്പോൾ അവിടെ വൈകുന്നേരം കൊള്ളിയും ബോട്ടിയും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ ചേട്ടനാണ് ആ ചേട്ടൻ. അപ്പോൾ ഓരോരുത്തർക്ക് ഇങ്ങനെ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഓർഡർ ചെയ്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഈ ചേട്ടനാണെങ്കിൽ ഇട്ട് തരുന്നില്ല. പിന്നെ ബാക്കിയുള്ളവരിട്ട് കഴിക്കുമ്പോൾ ഒരു ചേട്ടൻ ഇങ്ങനെ മറിഞ്ഞ് നിന്നൊക്കെ കോൾ വിളിക്കണം കണ്ടിട്ട് ഞാനിങ്ങനെ നിന്ന് സാധനം വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇങ്ങനെ വരുമ്പോൾ ഞാൻ ക്യാമറയൊക്കെ ഇങ്ങനെ തിരിക്കണം കണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കില്ല ഗൈസ്. ഞാൻ വിചാരിച്ചു ആ ചേട്ടന്മാരെ എനിക്കായിരിക്കും കൊണ്ടുവരുന്നത്. പക്ഷേ ഇല്ല, ഞാൻ എൻ്റെക്കാളും മുമ്പ് വന്നവരുണ്ട് അവിടെ. അപ്പോൾ അവർക്കാണ് അവർ കൊടുക്കുന്നത്, ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് അവർ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു ചേട്ടൻ ഇങ്ങനെ ഒളിഞ്ഞിരുന്ന് ഫോൺ വിളിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ സാധനമായിട്ട് ഞങ്ങൾ ഇന്ന് ഓർഡർ ചെയ്തത് സ്പാനിഷിൽ നിന്ന് വീട്ടിലേക്ക് മേടിച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഇത് തന്നെ അത് വിശപ്പ് മാറാണ്ടാണ് പിന്നെയും പോയിട്ട് അവിടെ പോയി കഴിച്ചത്. മുട്ടയും കൊള്ളിയും ബീഫിൻ്റെ ചാറൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ബോട്ടിയും കൊള്ളിയും എന്തൊരു ഐറ്റംസ് ആയാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചില നേരത്തെ കപ്പയൊന്നും കൊള്ളില്ലെങ്കിലും ചിലതൊക്കെ അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ലാസ്റ്റ് നമ്മളെല്ലാം കഴിച്ച് കഴിഞ്ഞു. നല്ല എരിവ് ഇടും. പിന്നെ ഞങ്ങൾക്ക് 2 സ്പൂൺ അപ്പുറം ഇപ്പുറം തരുന്നത്. നമ്മൾ 2 പ്ലേറ്റിൽ വാങ്ങിയാൽ ഞങ്ങൾ കഴിക്കില്ല. അങ്ങനെ ഞങ്ങളിങ്ങനെ കഴിച്ചത് വേണ്ട താജ്. ആ ചേട്ടൻ കാണാണ്ട് ഞാൻ വീഡിയോ എടുക്കായിരുന്നു ഗൈസ്. പക്ഷേ ആ ചേട്ടൻ കണ്ടു, എന്നാലും കുഴപ്പമില്ലല്ലോ. അപ്പോൾ എനിക്കൊരു നാണക്കേട് ചമ്മല്. അങ്ങനെ നമ്മൾ നേരെ വരുന്നത്. അപ്പോൾ വേലയ്ക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കാണ്. അവിടുത്തെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. ബലൂണും മിഠായും ബലൂൺ, പിന്നെ സർബത്ത് ചേട്ടന്മാർ ഇവരൊക്കെ വന്നിട്ടുണ്ട്. കുറേ പാവക്കുട്ടികളൊക്കെ ഉണ്ട്. ഇപ്പം 2-3 കടകളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അപ്പുറത്താണ് കമ്മലിൻ്റെ കട. അവരൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞങ്ങളിത് തറയിൽ വന്ന് ഇരിക്കുകയാണ്. ഇപ്പം ഒരു 8 മണിയൊക്കെ ആയി കാണും. അപ്പോൾ തറയിൽ ദിവസങ്ങളിൽ ഒക്കെ പോയിരുന്നിട്ടുണ്ട്. പക്ഷേ നല്ല ഇന്ന് അധികം കാറ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അപ്പുറത്തുള്ള സൈഡ് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് നടന്ന്. ഇതാണ് ഞങ്ങളെ പൊന്നനം ഭഗവതി ക്ഷേത്രം. അങ്ങനെ നമ്മൾ വീട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളുടെ വീട്ടിലേക്ക്. ഞാൻ ഈ അമ്പലത്തിൻ്റെ മണിക്കാവ് കൃഷ്ണൻ്റെ അമ്പലമാണ്. ഈ സൈഡിൽ കൂടെയാണ് ഞങ്ങൾ ഇറങ്ങി പോവുക. അപ്പോൾ ഇത്രയുള്ളൂ ഗൈസ്. താങ്ക് യു.